കാക്കയും പാമ്പും. പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഉയരമുള്ള ഒരു മരച്ചില്ലയിൽ ഒരു കാക്ക കൂടുകെട്ടി താമസിച്ചു. ആ മരത്തിന്റെ താഴെ ഒരു പുറ്റിൽ ഒരു പാമ്പ് താമസിച്ചിരുന്നു. ഒരു ദിവസം കാക്ക മുട്ടയിട്ടു. വിശപ്പ് സഹിക്കാതെ കാക്ക ഇര തേടി വെളിയിലേക്ക് പറന്നു. ആ സമയത്ത് പാമ്പ് പതുക്കെ മരത്തിലേക്ക് ഇഴഞ്ഞു കയറി കാക്കയുടെ കൂട്ടിനടുത്തെത്തി. കാക്കയുടെ മുട്ടകളെ കണ്ടതും പാമ്പിന്റെ നാവിൽ വെള്ളമൂറി. ചില മണിക്കൂറുകൾക്കുള്ളിൽ കാക്ക കൂട്ടിൽ തിരിച്ചെത്തി. തന്റെ മുട്ടകൾ ആരോ തിന്നതറിഞ്ഞു. കാക്കയ്ക്ക് ഭയങ്കര ദുഃഖം വന്നു. ആരായിരിക്കും തന്റെ മുട്ടകൾ തിന്നതെന്ന് കാക്ക ആലോചിച്ചു. കുറ്റവാളിയെ പിടിക്കാൻ അതൊരു പദ്ധതിയിട്ടു. രണ്ടാം പ്രാവശ്യം കാക്ക മുട്ടയിട്ടു. ഇത്തവണ കാക്ക എങ്ങും പോകാതെ മുട്ടകൾ ആര് തിന്നുമെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഉച്ചയ്ക്ക് പാമ്പ് പുറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഇഴഞ്ഞു കയറി മുട്ടകൾ തിന്നു. അത് കണ്ട കാക്ക ഞെട്ടിപ്പോയി. അത് മറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നും വെളിയിൽ വന്നു. എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്തത്? ആരാത്? കാക്കയോ? നീ ഇവിടെ തന്നെ ഉണ്ടോ? ഏയ്, നീ എങ്ങനെ എന്റെ മുട്ടകൾ തിന്നും? നിനക്ക് നാണമില്ലേ? ഞാനെന്തിനു നാണിക്കണം? എനിക്ക് വിശന്നു, ഞാൻ നിന്റെ മുട്ടകൾ തിന്നു, അത്രേ ഉള്ളൂ. ഈ തെറ്റ് വീണ്ടും നീ ചെയ്യരുത്. ചെയ്താൽ ഞാൻ നിന്നെ കൊന്നുകളയും. നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല. കാക്ക തന്റെ സുഹൃത്ത് നരി വരുന്നത് കണ്ടു. കാക്ക മരത്തിൽ നിന്ന് താഴെ പറന്നു വന്ന് നരിയുടെ അടുക്കൽ കരഞ്ഞു. എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? ഒരു പാമ്പ് സൂത്രത്തിൽ എന്റെ മുട്ടകൾ തിന്നുകളഞ്ഞു. ആ പാമ്പിനെ എനിക്ക് ശിക്ഷിക്കണം. പക്ഷേ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് സഹായത്തിന് ആരുമില്ല. സ്നേഹിത, നീ വിഷമിക്കാതെ, ഞാൻ നിന്നെ സഹായിക്കാം. നീ എങ്ങനെയാ എന്നെ സഹായിക്കുക? കഴിയും സുഹൃത്തെ, എന്റെ അടുത്തൊരു പദ്ധതിയുണ്ട്. കേക്ക്, കരയാതെ. ശരി ശരി, പറയോ. എന്റെ പ്രിയ സുഹൃത്തെ, കേക്ക്. നീ നമ്മുടെ രാജകുമാരി കുളിക്കുന്ന നദീതീരത്ത് ചെല്ലുക. രാജകുമാരി കുളിക്കുന്നതിന് മുമ്പ് മുത്തുമാല അഴിച്ച് കരയിൽ വെക്കും. ആ സമയത്ത് നീ ആ മുത്തുമാല എടുത്തുകൊണ്ടുവന്ന് പാമ്പിന്റെ പുറ്റിലിടു സുഹൃത്തെ. ഞാൻ ആ മാല എടുത്ത് പാമ്പിന്റെ പുറ്റിലിട്ടാൽ എന്താവും? ഞാൻ പറഞ്ഞത് കേക്ക്, പിന്നെ നോക്ക് എന്താകുമെന്ന്. കാക്ക രാജകുമാരി കുളിക്കുന്നിടത്തേക്ക് പറന്നു ചെന്നു. മുത്തുമാല എടുത്തു. അതുകണ്ട രാജകുമാരി ശബ്ദമുണ്ടാക്കി കാവൽക്കാരെ വിളിച്ചു. കാവൽക്കാർ ആ കാക്ക പോയ വഴിയെ പിന്തുടർന്ന് ചെന്നു. കാക്ക മാല പാമ്പിന്റെ പുറ്റിലിട്ടു. എന്തു നടക്കുന്നു എന്നറിയാത്ത പാമ്പ് കഴുത്തിൽ മാലയോടെ തല പുറത്തേക്ക് നീട്ടി. അത് കണ്ട രാജകുമാരിയുടെ കാവൽക്കാർ പാമ്പിനെ അടിച്ചു കൊന്നിട്ട് ആ മാല കൊണ്ടുപോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന കാക്ക തന്റെ ദുഃഖം മറന്നു. നരിയോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞു. പിന്നെ ആ കാക്ക മുട്ടയിട്ട് സന്തോഷമായി ജീവിച്ചു. ഗുണപാഠം: കഷ്ടം വരുമ്പോഴാണ് സ്നേഹിതൻ ആരാണ് എന്നറിയുക.